വീണ്ടും ഷോക്കേറ്റൊരു മരണം സംസ്ഥാനത്ത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് പൊട്ടി വീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ചത്. 65-കാരിയായ ഫാത്തിമയാണ് മരിച്ചത്. മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഈ പൊട്ടി വീണ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ആളുടെ വിവരമാണ്. ഇതെപ്പോഴാണ് മരണം സംഭവിച്ചത്? എവിടെയാണ് ഇത്? കുറേയായിട്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന ലൈൻ കമ്പിയാണോ? കൂടിയാണ് 3:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ദാരുണമായ ഒരു മരണമാണ്. അവിടെയുള്ളൊരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് വൈദ്യുത കമ്പിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് വൈദ്യുതി കമ്പി ഒടിഞ്ഞ് താഴേക്ക് പതിച്ചു. ഫാത്തിമ 65-കാരിയാണ് മരിച്ചത്. ഇവർ അബദ്ധത്തിൽ ഈ ഇലക്ട്രിക് ലൈനിൽ പിടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണെങ്കിലും ഇതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു. അബദ്ധത്തിൽ ഇതിൽ പിടിച്ച സമയത്ത് ഷോക്കേൽക്കുകയായിരുന്നു. ഇന്ന് നാട്ടുകാർ ഈ അയൽവാസികളൊക്കെ ചേർന്ന് ഓടിക്കൂടി ഒരു വടി ഉപയോഗിച്ച് ഫാത്തിമയെ അടിച്ച് ഈ വൈദ്യുതി ലൈനിൽ നിന്ന് വിടിയിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഫയർഫോഴ്സ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് പൊട്ടിവീണ വൈദ്യുതി ലൈൻ എന്ന രീതിയിലല്ല, മറിച്ച് ഒരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും ലൈൻ പൊട്ടി താഴേക്ക് പതിക്കുകയുമായിരുന്നു. പൊട്ടി വീണെങ്കിലും ഈ ശിഖരം ഒടിഞ്ഞു വീണു. അപ്പൊ അങ്ങനെയാണെങ്കിലും കാലപ്പഴക്കം ഉണ്ടായിരുന്നു. പോസ്റ്റിന് സ്റ്റേ വയർ ഉണ്ടായിരുന്നില്ലേ? അത് കൂടുതൽ വിശദാംശങ്ങൾ അത് സംബന്ധിച്ച് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതിന് സ്റ്റേ വയർ ഉണ്ടായിരുന്നോ, മറ്റു സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക ഇങ്ങനെയാണ്. അതായത് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും ഈ ലൈൻ താഴേക്ക് പതിക്കുകയുമായിരുന്നു. ഒപ്പം തന്നെ അയൽവാസികൾ പറയുന്നത് ഈ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് ഫാത്തിമ ആ സ്ഥലത്തേക്ക് വന്നത്. പിന്നീട് അബദ്ധത്തിൽ ഈ വൈദ്യുതി ലൈനിൽ പിടിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ്. ഏതായാലും മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും. ആര്യാക്ഷ.